ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോന്നും മുമ്പേ എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ നമ്മുടെ ബാലചന്ദ്രനും നമ്മുടെ ശിവേട്ടനും രാവണി മാമയുടെ മകനും ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടി ചേർന്ന് ബാലചന്ദ്രൻ്റെ സഹോദരി സുനന്ദയുടെ വീട്ടിൽ വെച്ച് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അലീനെ പറ്റിയുള്ള. അപ്പോൾ അതിലേക്ക് ഒരാൾ കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ സുനന്ദയുടെ ഭർത്താവാണ്, അദ്ദേഹം ASI ആണ്. അപ്പോൾ 4 പേരും കൂടി ചർച്ച തുടങ്ങുകയാണ്. അപ്പോൾ അലീനയുടെ കാര്യം ഇങ്ങനെ വിട്ടാൽ മതിയോ ബാലചന്ദ്ര, അതിൻ്റെ ഒരു തീരുമാനം നമുക്ക് എടുക്കണമെന്ന് പറയുകയാണ്. ഇന്നലെ ഒരു തീരുമാനത്തിൽ എത്തിക്കാനായിട്ട് നീ സമ്മതിച്ചില്ല, ഇന്ന് പക്ഷേ അത് പറ്റില്ല എന്നൊക്കെ ശിവേട്ടൻ പറയുകയാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാമെന്ന് പറയുകയാണ്. അതിന് മുമ്പ് എനിക്കൊരു കഥ പറയാനുണ്ടെന്ന് പറയുകയാണ്. കഥയോ? അതെ, എൻ്റെ ഒരു പഴയ കഥയാണെന്ന് പറയുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ ദുബായിലായിരുന്ന സമയത്ത് മെറീന എന്ന പേരുള്ള ഒരു പെൺകുട്ടിയായിട്ട് അടുക്കുകയാണ്. അവർ വിധവയായിരുന്നു. അപ്പോൾ ഞാൻ ശാരീരികമായും മാനസികമായിട്ടൊക്കെ അവളുമായിട്ട് ഒരുപാട് നാൾ അടുത്തു ഇടപഴകേണ്ടി വന്നു എന്നൊക്കെ പറയുകയാണ്. ഇപ്പോൾ നീ എന്ത് ചെറ്റത്തരമാണ് പറയുന്നതെന്ന് ശിവേട്ടൻ വളരെ ദേഷ്യത്തിൽ പറയുകയാണ്. അപ്പോൾ ഞാൻ ചെറ്റത്തരം ഒന്ന് കാണിച്ചെന്ന് നിങ്ങൾ ചെറ്റത്തരം കാണിച്ചില്ലെന്ന് എന്നോട് പറയാനായിട്ട് പറ്റുമെന്ന് ബാലചന്ദ്രൻ ചോദിക്കും. ഞാൻ എന്ത് ചെറ്റത്തരം നിന്നോട് കാണിച്ചെന്നാണ് പറയുന്നത്? നിങ്ങളുടെ സഹോദരി ആഗ്രയിൽ താമസിച്ചിരുന്നില്ലേ ഒരുപാട് നാൾ ഗംഗയേട്ടനോടൊപ്പം? അപ്പോൾ അവിടെ വെച്ച് സ്റ്റാൻലി എന്ന പേരുള്ള ഒരാളുമായിട്ട് അടുപ്പത്തിലായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ശിവേട്ടൻ അന്തം വിടുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ശിവേട്ടൻ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ കഥ അവിടെ നിൽക്കട്ടെ. അപ്പോൾ എൻ്റെ കഥയിലോട്ട് വരാം. അപ്പോൾ ഞാനും ആ മെറീന എന്ന പേരുള്ള സ്ത്രീയായിട്ട് അടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം അവരുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ അവൾ അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് കുറേ നാളുകൾക്ക് ശേഷം എനിക്കൊരു ലെറ്റർ അയക്കുകയാണ്, താൻ ഗർഭിണിയാണെന്നും അപ്പോൾ അതിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ബാലചന്ദ്രൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശിവേട്ടൻ വളരെയധികം ദേഷ്യം പറയുന്നത്, നിനക്ക് എങ്ങനെ തോന്നിയേട്ടാ ഇത്രയും ചെറ്റത്തരമായിട്ടുള്ളൊരു കാര്യം എന്നോട് പറയാനെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെറ്റത്തരം ചെയ്തു, നിങ്ങളുടെ സഹോദരി ഒരു ചെറ്റത്തരം ചെയ്തില്ലേ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ സഹോദരി നിന്നോട് എന്ത് ചെറ്റത്തരമാണടാ ചെയ്യുന്നത് ശിവേട്ടൻ ചോദിക്കുകയാണ്. നിങ്ങളുടെ സഹോദരി ഒരു ചെറ്റത്തരം ചെയ്തിട്ടില്ലേ? അവൾ സ്റ്റാൻലി എന്ന പേരുള്ള ഒരു കമാൻഡർ ഓഫീസറായിട്ട് ആഗ്രയിൽ വന്ന് അടുക്കുകയും പ്രേമബന്ധത്തിലാവുകയും ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ ഒരു കോൾ വരികയാണ്. അപ്പോൾ കോൾ എടുത്തുകൊണ്ട് ബാലചന്ദ്രൻ പോവുകയാണ്. അത് മറ്റാരും അല്ലായിരുന്നു, മനു ആയിരുന്നു. അങ്കിൾ എന്താണ് അവിടെ പ്രശ്നങ്ങളൊക്കെ, ഒരുപാട് ചർച്ചകളൊക്കെ ഉണ്ടായെന്ന് ഇന്നലെ ഞാൻ അറിഞ്ഞായിരുന്നു. അപ്പോൾ ഏതുവരെ ആയ സംഭവങ്ങളെന്നൊക്കെ പറയുന്നത്, ഞാൻ ഒരു ചെറിയ ബോംബ് പൊട്ടിക്കാനുള്ള രീതിയിൽ നിന്നപ്പോഴാണ് നീ വിളിച്ചത്, അതിൻ്റെ ആ ഒരു ഫീൽ അങ്ങ് പോയെന്നൊക്കെ പറയുകയാണ്. എങ്കിൽ അങ്കിൾ സംസാരിക്കുക, എന്നിട്ട് ഞാൻ പിന്നീട് വിളിക്കാമെന്ന് മനു പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ തിരിച്ചു വന്ന് ചർച്ചയിലോട്ട് പോവുകയാണ്. അപ്പോൾ എന്നിട്ട് ബാലചന്ദ്രൻ കഥകളൊക്കെ പറയുകയാണ്. അപ്പോൾ മെറീന എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കുകയാണെന്നും അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മെറീന മരണപ്പെടുകയാണ്. എന്നിട്ട് കുഞ്ഞിനെ വളർത്താൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം കഴക്കൂട്ടുള്ള ഒരു ഓർഫനേജിൽ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ബ്രജിത എന്ന് പേരുള്ള ഒരു സ്ത്രീക്കാണ് ഏൽപ്പിച്ചത് ഓർഫനേജിൽ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഏകദേശം 23 വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. അപ്പോൾ എനിക്കിതെല്ലാം അറിയാമായിരുന്നു. എന്നിട്ട് ഞാൻ ബ്രജിതയെ ഇങ്ങോട്ട് അയക്കാനുണ്ടായത് ശിവേട്ടൻ്റെ വീട്ടിലോട്ട്. എല്ലാം മനസ്സിലാക്കിയ കുഞ്ഞിരാമനാണല്ലോ നിങ്ങളുടെ അച്ഛൻ, എല്ലാം മനസ്സിലാക്കിയിട്ടാണ് അലീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം എത്ര ഭയാനകമായ കാര്യങ്ങളാണ് നീ പറയുന്നത്. നീ പറയുന്നതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. എൻ്റെ സഹോദരി അംഗീകരിക്കില്ല, അവളുടെ മക്കളും അംഗീകരിക്കില്ല. അലീന എന്ന് പറയുന്ന പെണ്ണിനെ ആരും അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് പറയണം. അപ്പോൾ നീ ഇത്തരം ഉദ്ദേശത്തോടു കൂടിയാണല്ലേ ഈ കളികളൊക്കെ കളിച്ചതെന്ന് ശിവേട്ട ചോദിക്കണം. അതേ ശിവേട്ട, ഞാൻ ഈ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ കളികളൊക്കെ കളിച്ചത്. അപ്പോൾ ഇനി എന്താണ് നിൻ്റെ അടുത്ത പ്ലാനെന്ന് ചോദിക്കുകയാണ്. എനിക്ക് ഒരിക്കലും എൻ്റെ മകളെ വിട്ടു നൽകാനായിട്ട് പറ്റത്തില്ല. ഇത്രയും നാൾ അവൾ ഒരു ഓർഫനേജ് അനാഥയെ പോലെ കഴിഞ്ഞു. ഇനി അവൾക്കൊരു അച്ഛൻ്റെ സ്നേഹം കിട്ടി അവൾ വളരണം, അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ്. ആ ആഗ്രഹം സാധിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നിനക്ക് വിവാഹത്തിന് മുമ്പ് ഒരു തെറ്റ് പറ്റിയല്ലേ, അത് എന്തുകൊണ്ട് നീ അന്ന് തുറന്ന് പറഞ്ഞില്ല എന്ന് ശിവേട്ടൻ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സഹോദരിക്ക് ഒരു തെറ്റ് പറ്റിയില്ലേ? നിങ്ങളുടെ സഹോദരി ഞാനുമായിട്ടുള്ള വിവാഹത്തിന് മുമ്പ് ഒരു കന്യക ആയിരുന്നു എന്നും ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. അപ്പോൾ അതിനുള്ള മറുപടി പറയാൻ പറ്റാതെ ശിവേട്ടൻ അന്താളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒരു മറുപടി അതിന് പറഞ്ഞില്ല. അപ്പോൾ നിങ്ങളുടെ സഹോദരിക്ക് എന്തോ ആവാല്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഞാനും ഒരു മനുഷ്യനാണെന്നും ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണെന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. എന്തായാലും ഞാൻ അലീനെ, എൻ്റെ മകളെ ഞാൻ ഒരിക്കലും ആർക്കും വിട്ടു നൽകില്ല, അവൾ എന്നോടൊപ്പം തന്നെ എൻ്റെ വീട്ടിൽ കഴിയുമെന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അതോടെ ചർച്ച അവസാനിക്കുകയാണ്. എല്ലാവരും അവരവരുടെ വഴിക്ക് പോവുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അലീന അവിടെ കാത്തിരിക്കുകയായിരിക്കും എന്തായി പ്രശ്നങ്ങളെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കൊരു ലൈം ജ്യൂസ് എടുക്കാനായിട്ട് അലീനെ കണ്ടപാടെ തന്നെ ബാലചന്ദ്രൻ പറയുകയാണ്. പോയ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറയാമെന്നും ബാലചന്ദ്രൻ പറയുകയാണ്.
എന്നിട്ട് ബാലചന്ദ്രൻ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അലീനയോട് പറയുകയാണ്. അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചതെന്നും, അപ്പോൾ അച്ഛൻ എന്തിനാണ് വെറുതെ പഴിചാരിയത്, അച്ഛൻ്റെ ജീവിതം കൂടി കളഞ്ഞില്ലേ, നല്ല മനുഷ്യനായിരുന്ന ഒരാൾക്ക് ഇങ്ങനെ പഴിചാരേണ്ട ഒരു അവസ്ഥ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അലീന വിഷമിക്കുകയാണ്. അപ്പോൾ ഞാൻ കാരണമല്ലേ എല്ലാം എന്ന് പറയുകയാണ്. അപ്പോൾ നിന്നെ ഇവിടെ നിലനിർത്തണമെങ്കിൽ എനിക്ക് അങ്ങനെ ചില കള്ളങ്ങൾ പറയേണ്ടി വരും മോളെ എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. എന്തായാലും അങ്ങനെ ഒരു സംഭവം സംഭവിച്ചാണല്ലോ, എൻ്റെ ജീവിതത്തിലായാലും വൈജിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചില്ല, അത് സാക്ഷ്യപ്പെടുത്തി ഞാൻ ഒരു കഥ പറഞ്ഞതേ ഉള്ളൂ എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ അലീനയ്ക്ക് വളരെയധികം വിഷമമാവുകയാണ്. കാരണം ഇത്രയും നാളത്തെ അച്ഛൻ്റെ ഒരു അഭിമാനമാണല്ലോ ഇവിടെ ഇടിഞ്ഞെന്ന് ഉള്ളൊരു കുറ്റബോധം അലീനയിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ അലീനയ്ക്ക് വളരെയധികം വിഷമവും തോന്നുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, അതൊന്നും കുഴപ്പമില്ല മോളെ, നീ സമാധാനമായിട്ട് ഇരിക്കുക, ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. എന്നിട്ട് അലീനയെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുകയാണ്. ഒരു അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ ഏറെക്കുറെ ബാലചന്ദ്രൻ അലീനയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ തൻ്റെ സഹോദരിക്ക് പറ്റിയ പാളിച്ചകളൊന്നും ശിവേട്ടൻ മനസ്സിലാക്കുന്നില്ല. പക്ഷേ അതൊന്നും ബാലചന്ദ്രൻ അറിഞ്ഞിട്ടാണ്, അതിൻ്റെ പ്രശ്നങ്ങളാണോ ഇതൊക്കെ സംഭവിച്ചൊന്നൊന്നും അയാൾ ചിന്തിക്കുന്നില്ല. പകരം ബാലചന്ദ്രൻ്റെ കുറ്റങ്ങളെല്ലാം തന്നെ ചെന്ന് കമലയോട് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ടായെന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അത് അലീന എന്ന് പറയുന്ന പെൺകുട്ടി ബാലചന്ദ്രൻ്റെ സ്വന്തം ചോരയാണെന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് കമല അന്താളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്